ചെറുപ്പത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഫാദറിന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഇഞ്ചി മുട്ടായും കടലമുട്ടായും ഒക്കെ സെയിൽ ചെയ്യുന്ന ബസ്സിലൊക്കെ സെയിൽ ചെയ്യുന്ന ബസ് സ്റ്റാൻഡുകളിലൊക്കെ സെയിൽ ചെയ്യുന്ന ബീച്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ട്രേ തോളിലിട്ട് ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അത്തർ കച്ചവടം. പലരും ചോദിക്കാറുണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എങ്ങനെ ബ്രോക്ക് കിട്ടിയെന്ന്. അപ്പൊ അതിന്റെ കഥ നമുക്ക് പറയാട്ടോ. സത്യത്തിൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഫാദറിന്റെ കൂടെ അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഇഞ്ചി മുട്ടായും കടലമുട്ടായും ഒക്കെ സെയിൽ ചെയ്യുന്ന ബസ്സിലൊക്കെ സെയിൽ ചെയ്യുന്ന ബസ് സ്റ്റാൻഡുകളിലൊക്കെ സെയിൽ ചെയ്യുന്ന ആളുകൾ കാണാനുണ്ട്. ഒരു ട്രേ ഒക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ ട്രേ ആയിരിക്കും. ആ ഒരു ട്രേയിൽ ഒരു കയറൊക്കെ ഇട്ടിട്ട് തോളിലിട്ട് സെയിൽ ചെയ്യുന്നത്. ഓൾറെഡി അത്ര കച്ചവടം ഞാൻ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും യുണീക്കായിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ആ ഒരു കൺസെപ്റ്റിനെ എന്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് അത് പെർഫ്യൂമറിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കേട്ടോ. അതാണ് അതിന്റെ സ്റ്റോറി. നമുക്ക് ഇതുപോലത്തെ ഐഡിയാസ് ഒക്കെ പലതും കിട്ടും. പക്ഷെ നമ്മൾ മെയിൻ സെറ്റിൽ അതിങ്ങനെ വർക്ക് ചെയ്ത് കുറെ കാലം കൊണ്ടു നടക്കാതെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത ഞാനത് എന്റെ മനസ്സിൽ ഓടിയപ്പോൾ ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എനിക്ക് തോന്നി ട്രേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ പെയിന്റ് ചെയ്ത് നമ്മളെ കൂട്ടുകാർ കൂട്ടിയിട്ട് അതിന്റെ സ്റ്റാപ്പൊക്കെ ഒട്ടിച്ച് അതിന് കണക്ഷനൊക്കെ എടുത്ത് ഒരു ദിവസം അങ്ങനെ ബീച്ചിൽ എത്തിയതാണ്. നമ്മളോട് പ്രൊഡക്റ്റ് ചെയ്യാൻ നമ്മൾ ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ യൂണിക്കായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഷെയർ ചെയ്യാതെ പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർത്തിട്ട് അത് പബ്ലിക്കിലേക്ക് എത്തിക്കാട്ടോ നമ്മളെ ട്രേന്റെ കഥ.